ഹലോ ഗൈസ്, ജിതനാണ്, യുവർ സ്പിരിച്വൽ ബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അറിയാം, നല്ല തിരക്കുണ്ട് ഓഫീസിൽ. രാത്രി കാലഘട്ടങ്ങളിലും വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആവുന്നത്. ആഴ്ചയിൽ 2-3 വീഡിയോസൊക്കെ ചെയ്താൽ ഞാൻ ഇപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ പോലും ചെയ്യുന്നില്ലെന്ന് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ക്ഷമിക്കണം, എൻ്റെ സിറ്റുവേഷൻ അതായതുകൊണ്ടാണ്. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ വീഡിയോസൊക്കെ ചെയ്തോളാം. പറഞ്ഞ കുറേ വീഡിയോസ് ഉണ്ട് ചെയ്യാൻ ഉള്ള, അതൊക്കെ ഞാൻ മറന്നിട്ടില്ല, അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം. വരുന്ന ഈ പറയുന്ന ഫ്രീ ആവുന്ന സമയത്തനുസരിച്ച് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ചെയ്തിട്ടേക്കാം. അപ്പോൾ അതിനകത്ത് കുറേ പേര് ചോദിക്കുന്നൊരു ടോപ്പിക് കൂടിയുണ്ട്. അതായത്, ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നേ ഈ നെഗറ്റീവ് എനർജി കണ്ടുപിടിക്കാൻ ഒരു ഡിവൈസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഡിവൈസ് എന്നൊന്നും പറയാൻ പറ്റൊന്നുമില്ല, ഒരു കമ്പ്യൂട്ടേഷനുമാണ്. അത് ഡൗസിങ് റോഡിനെ പറ്റി ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഡൗസിങ് റോഡിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് വെച്ചപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ റീൽസാക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചെയ്യണം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഈ ഡൗസിങ് റോഡ്. ഡൗസിങ് റോഡ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റൂ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഈ വീഡിയോ. ഡൗസിങ് റോഡ് നമുക്ക് വീട്ടിലുണ്ടാക്കാനും പറ്റും, ഈ പറയുന്ന സാധനം നിങ്ങൾക്ക് മേടിക്കാനും പറ്റും. ഇത് നിങ്ങൾ മേടിക്കാൻ പോവുകയാണെങ്കിൽ ആമസോണിൽ 900 രൂപ തുടങ്ങിയിട്ട് ഒരു 3500-4500 രൂപ വരെ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇനി ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി മേടിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, കോപ്പറിനെ മേടിക്കാൻ നോക്കുക. അതായത് ചെമ്പിൻ്റെ ഡൗസിങ് റോഡ് മേടിക്കാൻ നോക്കുക. എന്തുകൊണ്ട് ചെമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിക്കൽ പരമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫിസിക്സ് പഠിച്ചവരായിരിക്കുള്ളൂ ഒട്ടുമിക്ക എല്ലാവരും. ഫിസിക്സിനകത്ത് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ കൂടിയ വസ്തു എന്ന് പറയുന്നത് കോപ്പറാണ്. അപ്പോൾ പലരും ചോദിക്കും, കോപ്പറിനേക്കാളും കൂടിയ വസ്തുക്കളുണ്ടല്ലോ. ഉണ്ട്, കോപ്പറിനേക്കാളും കൂടിയ വസ്തുക്കളുണ്ട്. പക്ഷേ നമ്മുടെ പോക്കറ്റ് കാലിയാവും. അതുകൊണ്ടാണ് നമ്മൾ കോപ്പർ എടുക്കുന്നത്. കോപ്പറിനേക്കാളും കൂടിയ 2 വസ്തുക്കൾ എന്ന് പറയുന്നത് സിൽവറും ഗോൾഡുമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സിൽവറും ഗോൾഡും വെച്ച് ഡൗസിങ് റോഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല പൈസ ആവും. അതുകൊണ്ടാണ് കോപ്പർ പറയുന്നത്. ഇനി കോപ്പറും കിട്ടുന്നില്ലെങ്കിൽ ബ്രാസാണ് ഏറ്റവും, പിന്നെ ടോപ്പ് പ്രയോറിറ്റി കോപ്പർ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാസാണ്. അപ്പോൾ ഈ പറയുന്ന സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി വീട് പണിതവരൊക്കെ ആണെങ്കിൽ വീട്ടിനകത്ത് ഈ പറഞ്ഞ പോലെ എർത്ത് പിറ്റിലോട്ട് പോകുന്ന ഒരു 2 ചെമ്പ് കമ്പി കഷ്ണങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഈ ചെമ്പമ്പിയുടെ ബാക്കിയുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അല്ലാത്തവരാണെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ട് ഈ പറയുന്ന 2 mm മേളിലോട്ടുള്ള ചെമ്പമ്പിയുടെ കഷ്ണം മേടിക്കുക. എത്ര ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 80 സെൻറ്റിമീറ്റർ മിനിമം മേടിച്ചിരിക്കണം നിങ്ങൾ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സാധനം 80 സെൻറ്റിമീറ്ററുള്ള ചെമ്പമ്പി നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നേരെ പകുതി വെച്ചിട്ട് 40 സെൻറ്റിമീറ്ററായിട്ട് മുറിച്ചിട്ട് നിവർത്തുക. ഇത് ചിലപ്പോൾ ചുരുണ്ടൊക്കെ ആയിരിക്കുള്ളിരിക്കുന്നത്. അത് നിവർത്തി നല്ല സ്ട്രെയിറ്റ് ലൈൻ പോലെ ആക്കി നിവർത്തി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 30 സെൻറ്റിമീറ്ററിൻ്റെ 2 ചെമ്പ് കമ്പിഷണറിന് 30 സെൻറ്റിമീറ്ററിന് അവിടെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ 30 സെൻറ്റിമീറ്ററിൽ ചെന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ 90 ഡിഗ്രി ബെൻഡ് അടിക്കുക. 90 അതായത് ഇങ്ങനെ ഇരിക്കുന്ന ചെമ്പ് കഷ്ണം അവിടെ ചെല്ലുമ്പോൾ 90 ഡിഗ്രിയിൽ ഇങ്ങനെ 90 ഡിഗ്രിയിലോട്ട് അങ്ങനെ ആക്കുക. അപ്പോൾ 30 സെൻറ്റിമീറ്റർ ഇവിടെയും 10 സെൻറ്റിമീറ്റർ ഇവിടെയും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കട്ട് ചെയ്ത വശങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ചിലപ്പോൾ ഷാർപ്പായിട്ടുള്ള ഇതായിരിക്കുള്ളൂ, കൂർത്തിരിക്കുന്നതായിരിക്കുള്ളൂ. ഇതൊന്ന് രാഗി റൗണ്ട് ആക്കുക, സ്മൂത്ത് ആക്കുക. അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡ് എത്രത്തോളം സ്മൂത്ത് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം സ്മൂത്ത് ആക്കാൻ നോക്കുക. സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ കുഞ്ഞി നല്ല കല്ലിൻ്റെ കഷ്ണത്തിലൊക്കെ വെച്ച് ഉരച്ച് നല്ല റൗണ്ട് ഷേപ്പാക്കി നിങ്ങൾ എടുക്കാൻ നോക്കുക. ഇനി ഇതിനൊരു ഹാൻഡിൽ വേണം. പരമാവധി ആ ഹാൻഡിൽ ഒരു നോൺ കണ്ടക്ടർ, അതായത് കറണ്ട് വഹിക്കാൻ പറ്റാത്ത ഒരു ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് വീട്ടിൽ പഴയ പ്ലാസ്റ്റിക് പേനൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. അല്ലാത്തവരാണെങ്കിൽ മുള യൂസ് ചെയ്യാം. അല്ല, കുറച്ചും കൂടി ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കാനാണെങ്കിൽ 2 മരത്തിൻ്റെ കഷ്ണം ചെത്തി റൗണ്ട് ഷേപ്പാക്കിയിട്ട് അതിനകത്തോട്ടൊരു 9 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഹോള് നീളത്തിലടിക്കണം. നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഉള്ളിലെ കലാകാരൻ എങ്ങനെയാണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അതേപോലെ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പേനയാണ്. ഈ ചില പേനകൾക്ക് ഈ പറയുന്ന പോലെ 2 സൈഡിലും മേളിലും താഴത്തും ഈ പറയുന്ന പോലെ ഈ ഒരു സംഭവം ഉണ്ടാവും. ഈ ഒരു സാധനം കണ്ടിട്ടില്ലേ, ഇത് മേളിലുണ്ടാവും താഴെ ഉണ്ടാവും. ഒരു വശം നമുക്ക് ഈ മേളിലത്തെ വശം നമ്മൾ ഊരി മാറ്റുക. എന്നിട്ട് ഈ ഒരു ലെങ്ത്ത് 9 സെൻറ്റിമീറ്ററായിട്ട് കട്ട് ചെയ്യുക. എന്തുകൊണ്ട് 9 സെൻറ്റിമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്റർ നമ്മൾ ഈ പറയുന്ന ചെമ്പമ്പിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായിട്ട് അനങ്ങാൻ വേണ്ടി ഒരു സെൻറ്റിമീറ്റർ കട്ട് ചെയ്യണം.
കറക്റ്റ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റേ ചെമ്പമ്മിയുമ്പോൾ പോയി മുട്ടി നിൽക്കും. അപ്പോൾ ഈ സാധനത്തിൻ്റെ റീഡിങ്സ് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് 1 സെൻറ്റിമീറ്റർ നമ്മൾ ഈ പറയുന്ന പോലെ ഫ്രീ ആക്കി നിർത്തുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സാധനം ഇത്രേ ഉള്ളൂ. ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 300-400 രൂപയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഡൗസിങ് റോഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാം അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ഡൗസിങ് റോഡ് ഇതാണെന്ന് വെച്ചോ. ഓക്കെ, ഈ സാധനം ഡൗസിങ് റോഡ് നമ്മുടെ നെഞ്ചിന് ഏകദേശം ലെവലിൽ ഈ പറയുന്ന നമ്മുടെ ഷോൾഡർ ലെങ്ത്തിൽ പിടിക്കുക. പിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ഒബ്ജക്റ്റാണോ ചെക്ക് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിന് ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുക. സപ്പോസ് എനിക്ക് ഈ വെള്ളം കുപ്പിയിലുള്ള വെള്ളത്തിൻ്റെ ലെവലാണ് പോസിറ്റീവാണ് നെഗറ്റീവാണ് ചെക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഇതേപോലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ പറയുന്ന 2 കമ്പി കഷ്ണം ഇങ്ങനെ പോവും, അതായത് പുറത്തോട്ട് പോവും. ഇനി നെഗറ്റീവ് ആണെങ്കിൽ അത് ഇങ്ങനെയും പോവും, ക്രോസ് ആയിട്ടും പോവും. ചില ഭയങ്കര നെഗറ്റീവ് ഇങ്ങനെയൊക്കെ പോവും. നല്ല പോസിറ്റീവ് ആണെങ്കിൽ ബാക്ക് ഇങ്ങനെയും പോവും. നമ്മളപ്പോൾ നോക്കുക, പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ, നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ഈ ഡൗസിങ് റോഡ് വെച്ചിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ വസ്തുവോ ഈ പറയുന്ന ചെടികളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സാധനം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന സാധനം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് DM ചെയ്താൽ മതി. ഞാനപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് ഇട്ട് തരാം. ഈ സാധനം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനൊക്കെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡൗസിങ് റോഡ് എന്താണ്, ഇതിനെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് ഈ നെഗറ്റീവ് എനർജി മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതൊക്കെ ചില കേസുകളിൽ ഈ പറഞ്ഞ ചില റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും. 2 ഓലക്കഷ്ണം വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഇത് കണ്ടിട്ടില്ലേ, അതും ഒരു സിമിലർ കൈൻഡ് ഓഫ് ഡൗസിങ് റോഡാണ്. പക്ഷേ അതിന് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസും കുറച്ചും കൂടി ഇതൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഡൗസിങ് റോഡൊക്കെ വെച്ചിട്ട് നമുക്ക് വെള്ളം കണ്ടുപിടിക്കാൻ പറ്റും, ഗോൾഡ് കണ്ടുപിടിക്കാൻ പറ്റും, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ ഇതിനകത്തോട്ട് വരുമ്പോൾ ഈ പറയുന്ന പോലെ നെഗറ്റീവ് എനർജീസാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഈ പാരനോർമൽ ആക്ടിവിറ്റീസൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഡൗസിങ് റോഡ് വെച്ചിട്ട്. സോ പാരനോർമൽ ആക്ടിവിറ്റീസ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ഒബ്ജക്ട്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം ചെയ്താൽ മതി. വെറുതെ വെയിലിമേ കിടക്കുന്ന പാമ്പിൻ്റെ അടുത്ത് ഒക്കത്തൊക്കാൻ നിൽക്കണ്ട എന്നേ ഞാൻ സിമ്പിളായിട്ട് പറയുന്നുള്ളൂ. സോ അടുത്ത വീഡിയോ കാണാം ഗൈസ്.